സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമുക്കിനി പഠിക്കാനുള്ള മൊഡ്യൂൾ 3 അതായത് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 3 ടോപ്പിക്കാണ് ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ. ഡിസൈൻ കമ്മ്യൂണിക്കേഷനിൽ മെയിൻലി കുറച്ച് തിയറി ടോപ്പിക്സ് ആണ്. അതായത് ഡിസൈൻ കമ്മ്യൂണിക്കേഷനിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് കുറച്ച് തിയറി ടോപ്പിക്സ് ഉണ്ട്. അത് ഞാൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞുതരാം. നമുക്ക് മെയിൻലി ആയിട്ട് 14 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്സിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ വന്നിട്ട് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആയിരിക്കും. മാത്തമാറ്റിക്കൽ മോഡലിംഗ് മെയിൻസ്ലി ഈ ഡിസൈൻ കമ്മ്യൂണിക്കേഷനിൽ മാത്തമാറ്റിക്കൽ മോഡലിംഗിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു 7-8 സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് വരെയാണ് മെയിൻലി ഇത് ചെയ്യുന്നത്. അതിൽ തന്നെ പ്രോട്ടോടൈപ്പിംഗ്, പ്രൂഫിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കോൺസെപ്റ്റ്സും ഡിസൈൻ കമ്മ്യൂണിക്കേഷനിൽ പഠിക്കാറുണ്ട്. സോ നമുക്ക് മെയിൻലി ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ടോപ്പിക്സ് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. സോ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ പറഞ്ഞു മാത്തമാറ്റിക്കൽ മോഡലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2-3 ഫേസസ് പോലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിന് ഉത്തരം വേണം മാത്തമാറ്റിക്കൽ മോഡലിങ്ങിലൂടെ നമ്മൾ കണ്ടുപിടിക്കാനുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വൈ, എന്തിന്, വാട്ട് ഈസ് ദ യൂസ്, അതിൻ്റെ യൂസ് എന്താണ്, ഫിസിക്കൽ ഓർ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ ഓർ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് എന്താണ്, വാട്ട് ആർ ദ ഡേറ്റ ആയിക്കണം, എന്തൊക്കെ ഡേറ്റ തന്നിട്ടുണ്ട്, വാട്ട് ആർ ദ അസംഷൻസ്, എന്തൊക്കെ അസംഷൻസ് ഉണ്ട്, ഡയമെൻഷൻസ് ആൻഡ് യൂണിറ്റ്സ്, അതിൽ തന്നിരിക്കുന്ന ഡയമെൻഷൻസും യൂണിറ്റ്സും, ഹൗ ക്യാൻ വി ഡെവലപ്പ്, ഹൗ ക്യാൻ വി ഇംപ്രൂവ് ദ ഡിസൈൻസ്. അങ്ങനെ മൊത്തത്തിൽ ഒരു ടോട്ടൽ ഓഫ് 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ ചോദിക്കാനുള്ളത്. മാത്തമാറ്റിക്കൽ മോഡലിങ്ങിലൂടെ നമ്മൾ ചോദിക്കുന്ന 8 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് ജസ്റ്റ് വായിക്കുക. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഇൻ ഡിസൈൻ എഞ്ചിനീയറിംഗ്. ഷോ ഹൗ എ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് പ്ലേ എ റോൾ ഇൻ ഡിസൈനിങ് എ ലിഫ്റ്റിംഗ് മെക്കാനിസം. സോ നമുക്ക് ഡിസൈൻ ചെയ്യണം എന്താണ്, ഒരു ലിഫ്റ്റിംഗ് മെക്കാനിസം ഡിസൈൻ ചെയ്യണം. ടു റേസ് ഒരു ഡേറ്റാസ് തന്നിട്ടുണ്ട്. 100 കിലോഗ്രാം ഓഫ് വെയിറ്റും തന്നിട്ടുണ്ട്. 10 meter of height in a construction site. സോ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ഒരു 100 കിലോഗ്രാം ഓഫ് വെയിറ്റ് ലോഡ് ചെയ്യുന്ന ഒരു ലിഫ്റ്റിംഗ് മെക്കാനിസമാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ പോകേണ്ടത്. സോ അതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലിംഗ് വേണം നമ്മൾ ചെയ്യാൻ. സോ നമ്മൾ ആസ് യൂഷ്വൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടി, നമ്മൾ അതിൻ്റെ ഹെഡിങ് കൊടുക്കാൻ പോവാണ്. എന്താണ് ഹെഡിങ്? മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഓഫ് ലിഫ്റ്റിംഗ് mechanism. Okay, so mathematical modeling of lifting mechanism. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വൈ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാൻ പോകണം വൈ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൈ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ടു നോ ദ ബിഹേവിയർ ഓഫ് ലിഫ്റ്റിംഗ് മെക്കാനിസം. ഓക്കെ, ലിഫ്റ്റിംഗ് മെക്കാനിസത്തിൻ്റെ ബിഹേവിയർ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്യുന്നത്. സോ വൈ എൻ്റെ കാരണം എന്താണ്, ടു നോ ദ ബിഹേവിയർ ഓഫ് ലിഫ്റ്റിംഗ് മെക്കാനിസം. നമുക്ക് വേണമെങ്കിൽ എലാബറേറ്റ് ചെയ്ത് എഴുതാം. ടു നോ ദ ബിഹേവിയർ ഓഫ് ലിഫ്റ്റിംഗ് മെക്കാനിസം ടു റേസ് 100 കിലോഗ്രാം ഓഫ് വെയിറ്റ് ടു എ ഫ്ലോർ അറ്റ് എ ഹൈറ്റ് ഓഫ് 10 meter ഫ്രം എ കോൺക്രീറ്റ് സൈറ്റ്. അങ്ങനെ നമുക്ക് ഈ സെൻറ്റൻസ് ബാക്കി അങ്ങോട്ട് എഴുതാം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ഇതിൻ്റെ ബിഹേവിയർ അറിയാൻ വേണ്ടിയാണ്. അത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇങ്ങനെ എഴുതിയാലും മതി. ടു നോ ദ ബിഹേവിയർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡിസൈൻ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളെ ടോപ്പിക്ക് വന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ വൈ ചോദിച്ചു. നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ദ യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ യൂസ്. ഇതിൻ്റെ യൂസ് എന്താണ് ലിഫ്റ്റിംഗ് മെക്കാനിസത്തിൻ്റെ യൂസ് ആണ് ടു ലിഫ്റ്റ് ഓർ എന്താണ് ടു നോ ദ പവർ. അല്ല, വാട്ട് ഈസ് ദ യൂസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലിഫ്റ്റിംഗ് മെക്കാനിസത്തിൻ്റെ യൂസ് അല്ല. സോറി ലിഫ്റ്റിംഗ് മെക്കാനിസത്തിൻ്റെ യൂസ് അല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്തിനാണ് ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് ഇതിൻ്റെ യൂസ് എന്താണ്, ടു നോ ദ പവർ അറിയാൻ. എന്തൊക്കെ നമുക്കറിയണം, ടു നോ ദ പവർ ഓഫ് ദ ലിഫ്റ്റിംഗ് മെക്കാനിസം, പവർ, വർക്ക് ഡൺ, ഫോഴ്സ്. അങ്ങനെ നിങ്ങൾക്ക് ഫിസിക്സിൽ എന്തൊക്കെ ടോപ്പിക്സ് അറിയാവോ അതൊക്കെ എഴുതുക. ടു നോ ദ പവർ ആണോ, വർക്ക് ഡൺ, ഫോഴ്സ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഓഫ് ദ ലിഫ്റ്റിംഗ് മെക്കാനിസം. ഒരു വെയിറ്റ് ചുമക്കുമ്പോൾ അത് ആ ലിഫ്റ്റിംഗ് മെക്കാനിസത്തിൻ്റെ പവർ, വർക്ക് ഡൺ ഒക്കെ അറിയാനാണ് ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ യൂസ് ചെയ്തല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഫിസിക്സ് ഓർ മാത്സ് പ്രിൻസിപ്പിൾ. ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് പ്രിൻസിപ്പിൾ. ഇവിടെ സത്യം പറഞ്ഞാൽ കാൽക്കുലേഷൻസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഫിസിക്സ് ഓർ മാത്സ് പ്രിൻസിപ്പിൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, കാൽക്കുലേഷൻസ് ആണ്. അതായത് നമ്മൾ ബേസിക് കാൽക്കുലേഷൻസ് ഈ ഒരു മോഡലിംഗ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. സപ്പോസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചിരിക്കുക, F=ma. അതേപോലെ തന്നെ W=F × D, വർക്ക് ഡൺ,
പിന്നെ പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഫിസിക്സിൻ്റെ കോൺസെപ്റ്റ്സ് പഠിച്ചു വെച്ചാൽ ഈ മാത്തമെറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ചെയ്യാൻ പറ്റും. അത് അല്ലാതെ ഏരിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നിങ്ങൾ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോഡക്റ്റ് അതിനനുസരിച്ച് നിങ്ങളെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിൻസിപ്പിൾ, അതായത് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് വേണം അപ്ലൈ ചെയ്യാം. സോ എഫ് ഇസ് ഈക്വൽ ടു എം എ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. മാസ് എത്രയാണ് 100 കിലോഗ്രാം എന്ന് പറഞ്ഞു. 100 ഇൻറ്റു ആക്സലേഷൻ നമുക്കറിയാം 9.8 ഇട്ട് കൊടുക്കുന്നു. സോ നമുക്കിവിടെ ന്യൂട്ടൺ കണ്ടുപിടിക്കാൻ വേണം, വെറുതെ എഴുതിയാൽ പോലെ ഫോമിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണം. ഫോഴ്സ് കണ്ടെത്തി. നമുക്കിനി എന്താ വർക്ക് ഡൺ കണ്ടെത്തില്ല. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഡി ഈസ് ഈക്വൽ ടു 10 മീറ്റർ തന്നിട്ടുണ്ട്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എവിടെ വരും 980 ഇൻറ്റു 10. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായി 98,000 ജൂളായി ഇല്ലേ. അടുത്ത് പവർ നോക്കിക്കേ. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ടൈം. വർക്ക് നമ്മൾ കണ്ടെത്തി 9800 ബൈ ടൈം എത്ര നമ്മൾ പറഞ്ഞു. എത്ര ടൈം അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ലല്ലോ ക്വസ്റ്റ്യനിൽ. ടൈം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളൊരു അസ്യൂം ചെയ്യുക 60 സെക്കൻഡ്സ് അസ്യൂം ചെയ്യുകയാണ്. 60 സെക്കൻഡ്സ് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 163.3 വാട്ട് കിട്ടും. സോ പവർ, വർക്ക് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇതേപോലെ എന്തൊക്കെ പ്രിൻസിപ്പിളാണോ നിങ്ങളവിടെ മെൻഷൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ അത് വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ മാത്സോ ഫിസിക്സോ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ പറ്റും അതൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് തേർഡ് ഫേസിൽ വരുന്നത്, ഫിസിക്സോ മാത്സ് പ്രിൻസിപ്പിൾ. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ഫോർത്ത് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരിക്കും, വാട്ട് ആർ ദ ഗിവൺ ഡേറ്റ. എന്തൊക്കെ ഡേറ്റ തന്നിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. എന്തൊക്കെ ഡേറ്റ അതല്ല ഓൾറെഡി പറഞ്ഞത് നമ്മൾ ഫോർമുലാസാണ്, പിന്നെ വരും. വാട്ട് ആർ ദ ഗിവൺ ഡേറ്റ, ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഡേറ്റ അതുപോലെ എഴുതുക. അതായത് ഹൈറ്റ് ഈക്വൽ ടു 10 മീറ്റർ, അതുപോലെ വെയിറ്റ് ഈക്വൽ ടു 100 കിലോഗ്രാം. ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു ആ ഡേറ്റയാണ് നാലാമത്തെ സ്റ്റെപ്പിൽ എഴുതേണ്ട. ഫിഫ്ത്ത് സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ആർ ദ അസംഷൻ. എന്തൊക്കെ അസംഷൻസ്, അതായത് നമ്മളിപ്പം മാത്തമെറ്റിക്കൽ ആൻഡ് ഫിസിക്സിൽ നമ്മൾ ഇത് ചെയ്തായിരുന്നു അല്ലേ, പ്രോബ്ലംസ് ചെയ്തായിരുന്നു. ആ പ്രോബ്ലംസ് നമ്മൾ എന്തൊക്കെ അസ്യൂം ചെയ്തില്ലേ, അതുപോലെ ടൈം അസ്യൂം ചെയ്തു, അതേപോലെ ആക്സലേഷൻ, അതാണ് ഇവിടെ ചോദിക്കുന്നത് അസംഷൻസ്. നമ്മൾ എന്തൊക്കെ ചെയ്തു, ആക്സലേഷൻ 9.8 എന്ന് അസ്യൂം ചെയ്തു, അതേപോലെ ടൈം നമ്മൾ 60 സെക്കൻഡ് അസ്യൂം ചെയ്തു. ഇതാണ് നമ്മളിവിടുത്തെ അസംഷൻസ്. ഓക്കെ, ക്ലിയറോ? നമ്മൾ എന്തൊക്കെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തു ആ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട്, ആ ഫോഴ്സ് അല്ലെങ്കിൽ ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് എക്സ്റ്റേണലായിട്ട് തന്നിട്ടില്ലാത്ത ഡേറ്റയ്ക്ക് പകരം നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തു അതാണ് അസംഷൻസിൽ കൊടുക്കുക. ആൻഡ് ദ സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ്, ഡൈമെൻഷൻസ് ആൻഡ് യൂണിറ്റ്സ്. ഡൈമെൻഷൻസും യൂണിറ്റ്സ്, അതായത് നമ്മൾ കണ്ടുപിടിച്ചു, എന്തൊക്കെ കണ്ടുപിടിച്ചു, ഫോഴ്സ്, വർക്ക്, പവറൊക്കെ കണ്ടുപിടിച്ചു. അതിൻ്റെ ഡൈമെൻഷൻസും യൂണിറ്റ്സും ജസ്റ്റ് ഒന്ന് നേരെ എഴുതുക, അത്രേ ഉള്ളൂ. ഫോഴ്സിൻ്റെ ന്യൂട്ടൺ, മനസ്സിലായി? ഇതേപോലെ അത് വെയിറ്റ്, അതിൻ്റെ യൂണിറ്റ് എന്തുവാ, കിലോഗ്രാം. അതേപോലെ പവർ, വാട്ട്. ഇതേപോലെ നമുക്ക് അറിയാവുന്ന ഡൈമെൻഷൻസും യൂണിറ്റ്സും എഴുതുക. ഇതാണ് ആറാമത്തെ. ആൻഡ് ദ സെവൻത്ത് പോയിന്റ് വന്ന് നോക്കൂ. സെവൻത്ത് പോയിന്റ് വന്ന് ഹൗ ക്യാൻ വി ഡെവലപ്പ്. നമുക്ക് എങ്ങനെ ഇതിനെ ഡെവലപ്പ് ചെയ്യാം, അതായത് ഈ ലെഫ്റ്റ് മെക്കാനിസത്തെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ഈ തന്നിരിക്കുന്ന ഡേറ്റ വെച്ച്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഹൗ ക്യാൻ വി ഡെവലപ്പിൽ മെയിൻലി നമ്മളൊരു ഡിസൈനാണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ഹൗ ക്യാൻ വി ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓവറോൾ ഒരു ലിഫ്റ്റിംഗ് മെക്കാനിസത്തിൻ്റെ ഫിഗർ ആയിരിക്കും വരയ്ക്കേണ്ടത് ഹൗ ക്യാൻ വി ഡെവലപ്പിൽ. സോ ഹൗ ക്യാൻ വി ഡെവലപ്പിൽ നമ്മളൊരു ഫിഗർ വരയ്ക്കാം. നമുക്ക് ആദ്യം ഒരു ബിൽഡിംഗ് പറഞ്ഞില്ലേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഡേറ്റാസൊക്കെ ഇതിൽ കാണണം ഫിഗർ. സോ ഒരു ബിൽഡിംഗ് പറഞ്ഞു, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയെന്ന് പറഞ്ഞു, 10 മീറ്റർ എന്ന് പറഞ്ഞു. അതേപോലെ ലിഫ്റ്റിംഗ് മെക്കാനിസം ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ JCBയോ അങ്ങനെ എന്ത് ലിഫ്റ്റിംഗ് മെക്കാനിസം വരയ്ക്കാം. ലിഫ്റ്റിംഗ് മെക്കാനിസത്തിൽ ഒരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, വെയിറ്റിൻ്റെ കിലോഗ്രാം പറഞ്ഞു 100 ആണെന്ന്, അതും ഞാൻ കൊടുത്തു. സോ ഇതാണ് എൻ്റെ ലിഫ്റ്റിംഗ് മെക്കാനിസം, ഇതാണ് എൻ്റെ ഡേറ്റ്. സോ ഞാൻ ഇവിടെ ഡെവലപ്പ് ചെയ്ത ലിഫ്റ്റിംഗ് മെക്കാനിസമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു ഡെമോ ആയിട്ടൊരു പടം വരച്ചാൽ മതി ഹൗ ക്യാൻ വി ഡെവലപ്പിൽ. സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, അതായത് എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ വി ഇംപ്രൂവ് ദ ഡിസൈൻ. എങ്ങനെ നമുക്ക് ഈ ഡിസൈൻ, അതായത് നമ്മളൊരു ഡെവലപ്പ് ചെയ്തൊരു ഡിസൈൻ വരച്ചു, അതിനെ എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, ഹൗ ക്യാൻ വി ഇംപ്രൂവ് ദ ഡിസൈൻ. ഇതിൽ നമ്മളെ ഡിസൈൻസ് വരയ്ക്കണം. സോ എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, അതായത് നമുക്ക് വേണമെങ്കിൽ ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ നേരത്തെ എന്താ ഒരു ലിഫ്റ്റ് മെക്കാനിസം പോലെ ഒരു ക്രെയിന് പോലൊരു സാധനം വെച്ചാണ് പൊക്കിയത്. നമുക്ക് ഇവിടെ ആണെങ്കിൽ ഇവിടെ ട്രോളി വയ്ക്കാം ഇല്ലേ, ലാഡർ പോലെ വച്ചിട്ട് ഒരു ട്രോളി ബോക്സ് വെച്ചിട്ട് അതിൽ ഈ വെയിറ്റ് നമുക്ക് കടത്തിവിടാം ഇല്ലേ, അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് നമ്മുടെ ഡിസൈൻ 1, ഇങ്ങനൊരു ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒരു
ഇങ്ങനെ നമുക്ക് ട്രോളി വെച്ച് കയറ്റി കടത്തി വിടാം. അല്ല നമുക്ക് ഡിസൈൻ 2 നോക്ക്. ഡിസൈൻ വേറൊരു ഡിസൈൻ നമുക്ക് ഒരു പുള്ളി വെച്ച് വലിക്കാം ഇല്ലേ. ഇത് ബിൽഡിംഗ് ആണെങ്കിൽ 10 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഇതിൻ്റെ മണ്ടയിൽ ഒരു പുള്ളി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ ലിഫ്റ്റ് ചെയ്യാം ഇല്ലേ. ഓക്കെ, ഒരു പുള്ളി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലിഫ്റ്റ് ചെയ്യാം. അങ്ങനെ 2 ഡിസൈനിങ് ആണ് ഞാനിവിടെ കൊടുത്തത്. നിങ്ങളുടെ മനസ്സിൽ എന്ത് ഡിസൈനാണോ തോന്നുന്നത് അതനുസരിച്ച് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. സോ ലിഫ്റ്റിംഗ് മെക്കാനിസം മനസ്സിലായല്ലോ. ഓക്കെ, ഒരു പുള്ളി വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ട്രോളി പോലെ ട്രെയിനൊക്കെ മൂവ് ചെയ്യുന്ന പോലെ വീൽസ് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ വരച്ച ഡിസൈൻ പോലെ ക്രെയിൻ യൂസ് ചെയ്ത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാം. സോ ഞാനിവിടെ 2 ഡിസൈൻസാണ് നമ്മളെ ഡിസൈൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അതേപോലെ നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു ആ ഡിസൈൻ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, സോ മാത്തമെറ്റിക്കൽ മോഡലിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെയിൻലി ഈ മൊഡ്യൂളിൽ നിന്ന് മാത്തമെറ്റിക്കൽ മോഡലിംഗ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത്. എളുപ്പമാണ്. ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ പറയുന്ന 8 ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കണം. 8 ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരവും കൊടുക്കണം. ഇതാണ് ഈ മൊഡ്യൂൾ മെയിൻലി ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.